ബറോസിൻ്റെ കന്നഡ വെർഷൻ്റെ ട്രെയിലർ ഇപ്പോൾ സോണി മ്യൂസിക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇനി തമിഴ്, തെലുങ്ക് ഭാഷകളുടെ ട്രെയിലറും കൂടി ബറോസ് സിനിമയുടെ ഭാഗത്തുനിന്ന് റിലീസ് ചെയ്യാനുണ്ട്. ആവേശം സിനിമയുടെ ഡയറക്ടറായ ജിത്തു മാധവൻ്റെ അടുത്ത ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ജിത്തു മാധവൻ്റെ അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ സിനിമ തന്നെ. മുൻപൊരു ഇൻ്റർവ്യൂവിൽ ഗോകുലം ഗോപാലൻ ലാലേട്ടൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് തന്നെ ആയിരിക്കാം ഇത്. ലാലേട്ടനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമ ആശീർവാദ് സിനിമാസ് ആയിരിക്കും ഇതുവരെ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. ഇനി ഗോകുലം മൂവീസ് മാത്രമാണോ ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്, അതോ ആശീർവാദ് സിനിമാസും ചേർന്നാണോ ഈ ഒരു സിനിമ നിർമ്മിക്കുന്നതെന്ന് അറിയില്ല. ജിത്തു മാധവൻ്റെ ആവേശം സിനിമ പോലെയൊക്കെ തന്നെ ഒരു കോമഡി ആക്ഷൻ എൻ്റർടൈനർ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ജോണർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം ഡിസംബർ മാസത്തിലായിരിക്കുമെന്നാണ് നേരത്തെ റൂമേഴ്സ് വന്നത്. ഇപ്പോൾ അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അടുത്ത വർഷം മിഡിലായിരിക്കും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. അതായത് ജൂലൈയിലോ ഓഗസ്റ്റിലോ ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. പിന്നെ ബാംഗ്ലൂരിലാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. 6 മാസത്തോളം ഷൂട്ടിംഗ് ആണ് സിനിമയുടെ ഭാഗത്തുനിന്ന് പ്ലാൻ ചെയ്യുന്നത്. സിനിമയ്ക്കായിട്ട് മ്യൂസിക് ഒരുക്കുന്നത് സുഷിൻ ശ്യാമാണ്. അതുപോലെ DOP കൈകാര്യം ചെയ്യുന്നത് ഉണ്ണി പാലോടാണ്. മഷറാംസയാണ് സിനിമയുടെ കോസ്റ്റ്യൂം. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഈ ഒരു സിനിമയിൽ മാത്രമല്ല ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്നത്. ദിലീപ് നായകനായെത്തുന്ന ബബ്ബബ്ബ എന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു ക്യാമിയോ അപ്പിയറൻസിൽ എത്തുന്നുണ്ട്. അങ്ങനെ ഗോകുലത്തിൻ്റെ 2 സിനിമകളിലാണ് ലാലേട്ടനെ നമ്മൾ കാണാൻ പോകുന്നത്. ഗോകുലത്തിൻ്റെ ഈ 2 സിനിമകളും വമ്പൻ ബജറ്റിൽ വരുന്ന സിനിമകളാണ്. ഇതുപോലെയുള്ള കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.